കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ സാധാരണ വരിക കൃഷി എടുക്കുന്നത് കാണിക്കുക, അല്ലെങ്കിൽ പൂക്കളെ കാണിക്കുക, അല്ലെങ്കിൽ വിളവെടുപ്പ് കാണിക്കുകയൊക്കെ ആണല്ലോ. ഇന്നും അതുപോലെ തന്നെയാണ്. കൃഷി എടുക്കുന്നതല്ല, ഇന്ന് കാണിക്കുന്നത് വിളവെടുപ്പാണ്. ഒരു കപ്പ ഉണ്ട്, വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ കപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് ഇന്ന് രാവിലെ തന്നെ ഒന്ന് വിളവെടുക്കട്ടെ എന്ന് വിചാരിച്ച്, വിളവെടുപ്പ് ഞാൻ കൃഷി എടുക്കുന്നത് നിങ്ങളെ കാണിക്കുന്നതാണല്ലോ, അതല്ല വിളവെടുപ്പ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഒന്നാ വരി, നമുക്ക് വിളവെടുപ്പ് കാണാമല്ലോ. നോക്കട്ടെ, ഇങ്ങനെ പോകുന്നുണ്ട്, ഭയങ്കര ആകാംക്ഷയോടെയാണ് പോകുന്നത്. കപ്പ ഉണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല. ഒരാഴ്ച മുമ്പാണ് ഞാൻ കപ്പനെ വരട്ട് പോയി നോക്കിയത്. ഇതിലൊന്നും തിന്നിട്ടൊന്നുമില്ല. ആരും എനിക്ക് പരിശോധിക്കാനൊന്നും വന്നില്ല. ഇന്നെന്താ പോയി നോക്കട്ടെ കേട്ടോ. ഇതിൽ കൂടെ കയറുക കുറച്ച് ടാസ്കാ, നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ മഴ പെയ്തു കേട്ടോ. ഇവിടെ ഇപ്പം നിൽക്കാതെ മഴയാ. ഒന്ന് വീണാൽ മതി, കഥ കഴിഞ്ഞ്. കപ്പയും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ പഠിച്ചോനെ, ഇവിടെ വന്ന് നോക്കി ഭയങ്കര ഗുഹ. ഒരാഴ്ച മുമ്പ് വരെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്കുണ്ട് പ്രയാസമാണിത്. ഓരോരുത്തർക്ക് പന്നി കുത്ത് അങ്ങനെയൊക്കെ ഞങ്ങൾ കേട്ടിന്. ഞങ്ങളത് നോക്ക് എങ്ങനെ പൊന്നു പോലെ നോക്കിയതായിരുന്നത്, ഗുഹ പോലെ ആക്കി വെച്ചിരുന്നു കേട്ടോ. എന്നാലും ബാക്കി എന്തെങ്കിലും ഉണ്ടോ നോക്കുക. മൊത്തം അങ്ങോട്ട് കണ്ണു ചോരല്ലാതെ തിന്നോന്നുള്ള അറിയില്ല. നോക്കി നോക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എല്ലാത്തൊരു സങ്കടമായി പോയിട്ടോ. ഇങ്ങനെ പറിക്കാൻ എളുപ്പമാണ്, കാരണം മഴ പെയ്തിട്ട് മണ്ണൊക്കെ നല്ല കുതിർന്ന് നിൽക്കുകയാണ്. എൻ്റെ മക്കളെ, അല്ല ഭാഗത്തൊന്നുണ്ട്, ഒന്ന് തട്ടീന് നോക്കട്ടെ. എൻ്റെ പഠിച്ചോനെ, എങ്ങനെ പിന്നെ നമ്മളെന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുക. അതാ ഞാൻ ഈ ചാക്ക് നട്ടുപോണത്. നോക്ക്, കഴിഞ്ഞ ആഴ്ച വരെ ഒന്നുമില്ല. എന്നെ പറഞ്ഞാൽ മതി, അന്നേരം അങ്ങ് വിളവെടുത്താൽ മതിയായിരുന്നു. എന്നൊക്കെ എന്താണ് കഥ? എന്തിങ്ങനെ ഉണ്ട്. ഞാൻ ആദ്യം ഈ കൊമ്പൊന്ന് വെട്ടട്ടെ കേട്ടോ. വെട്ടിയിട്ട് ഇത് കാണുമ്പോൾ തന്നെ ഞാൻ അപ്പർ തകർന്നു പോയിക്ക്. ഒന്ന് ആദ്യം കൊമ്പങ്ങ് വെട്ടിയാലേ, ഈ കൊമ്പ് വെട്ടുന്നതൊക്കെ കൊമ്പ് എവിടെ ഇട്ടാലും മുളച്ച് കളയൂ. വെയിലേക്ക് നമുക്ക് എന്താക്കാം, നല്ലൊരു വള എന്തെങ്കിലും ചെടിക്കാൻ ഇട്ട് കൊടുക്കുക. കൊമ്പിടാണെങ്കിൽ ചെത്തി പൊക്കണം, എന്നാലേ അത് അല്ലെ വേഗം മുളക്കും. കപ്പൻ്റെ നിങ്ങളൊക്കെ എങ്ങനെ വിളവെടുക്കാന്നൊക്കെ ഒന്ന് പറയണേ. ഇതായിട്ട് നമ്മൾ കൃഷിക്കാർക്ക് ഉണ്ടാകുന്ന ആകെയുള്ളൊരു പ്രയാസം, കപ്പയൊക്കെ നട്ടാൽ നമ്മളെക്കാൾ നേരത്തെ വേറെ ആൾക്കാർ വരിക. എന്തൊരു സങ്കടമുള്ളതാണ് അതൊക്കെ. ഭയങ്കര കൊമ്പ. ഈ കപ്പയ്ക്ക് വേറെ പ്രത്യേകത ഉണ്ട്. ഇത് മഞ്ഞ നല്ല ടേസ്റ്റുള്ള കപ്പയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തിന്നതൊന്നും ഞാൻ പരാജയപ്പെട്ടു പോയൊന്നുമില്ല. ഞാൻ വേറെ നട്ട് പിടിപ്പിക്കും, കവറ് ചാക്കിലെങ്കിലും പിടിപ്പിക്കും. നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ, എന്നാലേ വലിച്ചാൽ കിട്ടുള്ളൂ. പൊട്ടാണ്ട് കിട്ടണം. ഒരു കേങ്ങാണ്, ഒരു കേങ്ങ് നമുക്ക് കപ്പപ്പൂട്ടെന്നെങ്കിലും ഉണ്ടാക്കാമല്ലോ. നിങ്ങൾ കപ്പപ്പൂട്ടൊക്കെ ഉണ്ടാക്കലുണ്ടോ? പാൽക്കപ്പ അങ്ങനത്തെ നല്ല രസമുള്ള ഉണ്ടാക്കാമല്ലോ. ഇത് തിന്നു പോയില്ലെങ്കിൽ ഈ കൊമ്പ് കണ്ടാൽ ഒരു 10 കിലോ എങ്കിൽ ചുരുങ്ങി കിട്ടണം. നല്ല കൈക്കോട്ടൊക്കെയാണ്. ഞാൻ ഫുള്ള് മാന്തി എടുത്തിട്ട് കാണിക്കട്ടോ. ഇത് ആദ്യം ഇവിടെ എത്തിയിട്ട് ഒറ്റക്കെങ്ങും ഈ മേലുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഞാൻ വിളവെടുക്കുന്നത് വിജയം മാത്രം കാണിച്ചാൽ പോരല്ലോ, എനിക്കുണ്ടായ പരാജയങ്ങളെ കാണിക്കണമല്ലോ. അങ്ങനെ വിജയം മാത്രം കാണിച്ചതിനോട് കാര്യമല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവും കപ്പ നട്ടാൽ എന്നുള്ളത് അറിയണമല്ലോ. ഇതിങ്ങനെ പോന്ന് അടിയിലെത്തിയിട്ട് ഒരു കപ്പയും കാണുന്നൊന്നുമില്ല. കൊമ്പ് കണ്ടാൽ നമ്മൾ ഞെട്ടു. ഒന്നിങ്ങനെ പോന്ന് ഇവിടെ എത്തി ഒന്ന് കാണുന്നുണ്ട്. ഇതിൻ്റെ അടിയിലുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ മാന്തുക. എനിക്ക് എങ്ങനെ, ഞാൻ ദിവസം രാവിലെ പണിയെടുക്കുന്നുണ്ട്, എന്നാൽ എടുക്കും ഒരു കിതപ്പ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ? എന്നോട് എല്ലാവരും പറയൂ, എന്തിനാണ് ഇങ്ങനെ പണിയെടുക്കുന്നത്, കപ്പക്ക് അത്ര വില ഇട്ടുണ്ടോ, വാങ്ങിയാൽ പോരെന്നൊക്കെ. പക്ഷേ നമ്മൾ വിളവെടുത്താൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് അനുഭവിച്ചാലേ അത് മനസ്സിലാവുള്ളൂ.
അതാണ് ഞാനിങ്ങനെ കൃഷി എടുക്കുന്നത്. രാവിലെ എന്തെങ്കിലും ഒന്ന് വേണം. ഞാൻ ഒന്ന് മെല്ലെ വലിച്ചു വെക്കട്ടെ കേട്ടോ, പൊട്ടാണ്ട കിട്ടണം. എൻ്റെ മക്കളെ ഫുള്ള് തിന്ന് നോക്ക്. ഇത് നോക്കി നോക്കി നിങ്ങൾ, ഒരു കപ്പപ്പുട്ടിന് പോലും എനിക്ക് വെക്കാണ്ട് കണ്ണി ചോരല്ലാത്ത രീതിയിൽ അങ്ങ് തിന്ന് കളഞ്ഞു നോക്ക്. പിന്നെ എങ്ങനെ നമ്മൾ കപ്പ കൃഷി ചെയ്യുക? നിലത്ത് ആരെങ്കിലും കപ്പ കൃഷി എടുക്കുമോ? എൻ്റെ അമ്മോ, ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആരെങ്കിലും. പന്നി കുത്തിപ്പോയാൽ ഞാൻ വിചാരിക്കത്തിനെ അതിനേക്കാൾ സങ്കടമല്ലേ ഇതൊക്കെ ഉണ്ടായത് തിന്നങ്ങ് തീർത്തത്. എന്താ ഒരു ചേമ്പിട്ട് വെക്കാനുള്ള ഒരു കിഴങ്ങ് പോലും എനിക്ക് ബാക്കി വെക്കാതെ എൻ്റെ അമ്മോ കരഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞങ്ങളെ കപ്പ കൃഷി. ഇതാ കണ്ടോളി ഞങ്ങളെ കപ്പ കൃഷിൻ്റെ വിഷമങ്ങൾ. ചുറ്റുമതിൽ കെട്ടി ഭദ്രമാക്കിയിട്ട് വേണം ഇനിയിപ്പോൾ കൃഷിയൊക്കെ എടുക്കണമെങ്കിൽ. എന്താ എങ്ങനെ പോറ്റിയതാ കണ്ടില്ലേ? എൻ്റെ കപ്പ ഭയങ്കരമായിട്ട് ഒരുങ്ങി കൈക്കോട്ട് കത്തി കൊട്ട ഒക്കെ ആയിട്ട് വന്നതാ. ഈ ഇതൊക്കെ ഈ തണ്ട് നോക്ക്, എമ്മാതിരി ഉഷാറിൽ തണ്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഉറപ്പിച്ച് കിഴങ്ങ് ഉണ്ടാവുന്നുള്ളു. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണെന്നറിയോ? ഞാൻ ഇപ്പം ഇതിൽ വിഷമിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാം, എനിക്ക് നാട്ടാരോഗ്യം കിട്ടിയതല്ല, അത് മതി. അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തി. അല്ലാതെ എന്ത് ചെയ്യുന്നു? ഇത് ഞാൻ വെട്ടിയിട്ട് ചെറിയ പീസാക്കിയിട്ട് ഞാൻ ചാക്കിൽ നടാൻ പോവുക. ആ നടുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചാക്കിൽ നട്ടൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ പരാജയപ്പെട്ടില്ലേ. അപ്പം ചാക്കിൽ നിലത്ത് നടുന്ന അത്ര ഉണ്ടാവില്ലെങ്കിലും ഒരു വിധമൊക്കെ ഉണ്ടാവും. ഉള്ളത് നമുക്ക് കിട്ടുകയും ചെയ്യും, നമുക്ക് ഹാപ്പിയാവും. അപ്പോൾ ഞാൻ ഇതിങ്ങനെ പീസാക്കിയിട്ട് ഞാൻ നിറച്ചങ്ങ് നടാൻ പോവുക. ഇന്നല്ല ഞാൻ നടന്ന് കാണിക്കൂട്ടോ. അപ്പോൾ എൻ്റെ കപ്പ പറിക്കൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. സന്തോഷം മാത്രം നിങ്ങളങ്ങനെ കാണിക്കണ്ട, വില കാണിക്കുന്ന ആളാണല്ലോ ഞാൻ. എനിക്ക് കിട്ടുമ്പോൾ അങ്ങനെ മല പോലെ കിട്ടുന്നതൊക്കെ എനിക്കുണ്ടാകുന്ന വിഷമവും ഞങ്ങളെ കാണിക്കണമല്ലോ. ഇതാ എൻ്റെ വിഷമമാണ് ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.